നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ വിഷ്ണുവേട്ടൻ മനസ്സിലാക്കുന്നില്ല എന്നൊരൊറ്റ സങ്കടം എനിക്കുള്ളൂ. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. വീണ്ടും നീ എന്റെ മുമ്പിൽ നാടകം കളിക്കുക. നീ, നിന്റെ അമ്മ, നിന്റെ അനിയത്തി, എല്ലാവരും എന്റെ അമ്മയുടെ മുമ്പിൽ പറഞ്ഞത് മുഴുവൻ കള്ളത്തരങ്ങളാ. എന്തിനാടി ആ കുട്ടികളുടെ മുമ്പിൽ വരെ നീ കാണിച്ച് തരം താഴ്ന്ന വൃത്തികേടല്ലേ? എന്തിനാടി നിങ്ങൾ ഇങ്ങനെ കുടുംബത്തോടെ മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുന്നേ? എന്ത് പുണ്യം കിട്ടാനാ ഇത്രയും നുണകൾ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്നേ? വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയാ? അങ്ങനെ നീ എന്നെ വിളിക്കരുത്. ഞാൻ നിന്നെ വെറുക്കുന്നത് പോലെ ലോകത്തൊരാളും നിന്നെ വെറുക്കുന്നില്ല. കാരണം നീ ശരിയല്ല. നിന്റെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടചിന്തകളാ. മനസ്സു ശരീരം മറ്റൊരാൾക്ക് നൽകിയിട്ടും വീണ്ടും എന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വരാൻ നിന്നെ എന്ത് പേരിട്ടാണ് വിളിക്കട്ടെ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം എവിടെയെങ്കിലും പോയി ചത്തൂടെ നിനക്കൊക്കെ. മറ്റുള്ളവർക്കെങ്കിലും സ്വസ്ഥത സമാധാനം കിട്ടുമല്ലോ. നിന്റെയൊക്കെ കുടുംബം തന്നെ നോക്ക്. നിന്റെ അമ്മയുടെ കൂടെ നിന്റെ അച്ഛൻ ജീവിക്കാറുണ്ടോ? ഇല്ല, ജീവിക്കില്ല. ജീവിക്കാൻ നിങ്ങളുടെ പാരമ്പര്യം സമ്മതിക്കില്ല. നീ ഡൽഹിയിലായപ്പോ നിന്റെ ഒപ്പം കൂടിയല്ലേ സത്യരച്ചനാന്ന് പറഞ്ഞ് നീ ഇപ്പൊ കൊണ്ടിടക്കുന്നേ അല്ലേ? അവന്റെ കൂടെ ചേർന്നിട്ട് എന്തൊക്കെ കള്ളത്തരവാടി നീയൊക്കെ ചെയ്തു കൂട്ടിയേ. തുടരുത് നീ. ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നതിന് ഭേദം വല്ല കുളത്തിലോ ആറ്റിലോ പോയി ചടി ചാവണതാ. അല്ലേ കുറച്ച് വിഷം കഴിക്കേ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം അത് തന്നെയാണ് നല്ലത്. നീയൊന്ന് ചത്താലും ഒരിറ്റ് കണ്ണീര് പൊടിക്കില്ല. അത്രത്തോളം ഞാൻ നിന്നെ വെറുക്കുക. അത്രത്തോളം ഞാൻ നിന്നെ വെറുക്കുക. ഇനി ഒരു അപേക്ഷയുണ്ട്. ദയവ് ഇതെന്റെ ഫോണിലേക്ക് വിളിക്കരുത്. എനിക്ക് ശബ്ദം എന്റെ ഫോണിൽ വരുന്ന പോലെ അലർജിയാ. വിളിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.